ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കുക എന്നുള്ള നമ്മുടെ 15ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കമൻറ്റുകൾ ഇടുക. നമ്മുടെ രമേഷ് സാർ ഒഴികെ ആരും കമൻറ്റുകൾ ഇടുന്നില്ല. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ കമൻറ്റുകളും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് കമൻറ്റുകൾ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷിനോട് റിലേറ്റഡായ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. കോളിങ് ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കോൾ ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഇപ്പോൾ പറയുന്നത്. നിങ്ങളിൽ പലരും യൂട്യൂബ് ചാനലുള്ളവരുണ്ടാവും. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളിലുണ്ടാവും. അപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അധികം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതും എനിക്ക് അയച്ചു തരാം. എന്നെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, ഞാൻ കാണും. 1-2 പേരെ കൂടുതൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് തരാം. ഓക്കെ, ഇത്രയും കാര്യം ആദ്യമേ പറയുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകേണ്ട ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നലത്തെ ബാക്കിയാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഇന്ന് നെഗറ്റീവ് മീനിങ് ഇല്ല എന്ന വാക്കുകളാണ് കൂടുതലും പഠിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് ഇതൊരു അല്പം ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. 1-2 വട്ടം വീഡിയോ കാണും, സംശയങ്ങൾ വരണം. അതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈ 3 ഫോമും പല വാക്കുകളുടെ അല്ല, ഒട്ടുമിക്ക വാക്കുകളുടെയും പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ഈ ക്ലാസ്സുകളിൽ എല്ലാ വാക്കുകളും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ശ്രമിക്കാം. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം ഉണ്ടെങ്കിൽ, നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പുസ്തകം മുഴുവൻ പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ് മാർക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട വാക്കുകൾ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ, YET, യെറ്റ്, ഇതുവരെ എന്നാണ് യെറ്റിൻ്റെ അർത്ഥം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ പഠിപ്പിച്ചു തന്നു. I have eaten food. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ എങ്ങനെ വരും? സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പോലെ ഡസ് കഴിഞ്ഞ് നോട്ട് ചെയ്യുന്ന ഡസിൻ്റെ വരും, ഡിഡ് കഴിഞ്ഞിട്ട് നോട്ട് വന്ന ഡിഡിൻ്റെ വരും. അതുപോലെ തന്നെയാണ് ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് വന്ന ഹാവിൻ്റെ ആണ് വരിക. I haven't eaten food yet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. I haven't eaten food yet. YET, yet എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ. We haven't met him yet. ഞങ്ങൾ ഇതുവരെ അവനെ കണ്ടുമുട്ടിയിട്ടില്ല. We haven't met him yet. ഇതുവരെ ഞങ്ങൾ അവനെ കണ്ടുമുട്ടിയിട്ടില്ല. I, we, you, they അതൊക്കെ വന്നു കഴിഞ്ഞാൽ ബഹുവചനമായിട്ട് വരുമ്പോൾ ഹാവ് വയ്ക്കും. ഹാവിൻ്റെ കൂടെ നോട്ട് വയ്ക്കുമ്പോൾ ഹാവിൻ്റെ വരും. പിന്നെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വയ്ക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നെഗറ്റീവ് മീനിങ്ങിൽ വരുന്നത്. ഇനി സിംഗുലർ വരുമ്പോൾ ഹാസ് വയ്ക്കും. ദ ട്രെയിൻ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഹാസിൻറ്റ് ലെഫ്റ്റ് യെറ്റ്. ദ ട്രെയിൻ ഹാസിൻറ്റ് ലെഫ്റ്റ് യെറ്റ്. ഇതുവരെ ട്രെയിൻ പോയിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഷീ ഹാസിൻറ്റ് കോൾഡ് മീ. ഷീ ഹാസിൻറ്റ് കോൾഡ് മീ. അവൾ എന്നെ വിളിച്ചിട്ടില്ല. ഷീ ഹാസിൻറ്റ് കോൾഡ് മീ. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഹി ഹാസിൻറ്റ് അറൈവ്ഡ് യെറ്റ്. അറൈവ്ഡ് തന്നെ എത്തിച്ചേർന്ന. ഹി ഹാസിൻറ്റ് അറൈവ്ഡ് യെറ്റ്. അവൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അല്ലെങ്കിൽ എത്തിയിട്ടില്ല. ഇന്നത്തെ ചെറിയ ക്ലാസ്സാണ്. ഇനി അടുത്ത ദിവസം നമ്മൾ കൂടുതൽ പഠിക്കും. നന്നായി ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും അതൊന്ന് യൂട്യൂബിൽ രേഖപ്പെടുത്തുക. എന്നാലാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ, ചാനൽ ബൂസ്റ്റപ്പ് ആവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് ചാനൽ കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ എന്നോട് പറയണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇടാം. വോയിസ് ആയാലും കുഴപ്പമില്ല. കോള് പരമാവധി ഒഴിവാക്കിയാൽ നന്നായിരിക്കും. കാരണം ഞാൻ ചിലപ്പോൾ കോൾ എടുക്കാൻ വൈകും. എല്ലാവരെയും സഹായം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.